ഏതെങ്കിലും നിലക്ക് ഒന്ന് അപഹസിക്കുവാൻ, ഏതെങ്കിലും നിലക്ക് പ്രവാചക ജീവിതത്തെ സത്യസന്ധമായൊന്ന് വിമർശിക്കാൻ പോലും പല ആളുകൾക്കും സാധ്യമാകാതെ പോയത് മുഹമ്മദ് നബിയുടെ ദീർഘദർശനം കൊണ്ടാണ് എന്ന് നാം പറയില്ല. മുഹമ്മദ് നബിയുടെ മസ്തിഷ്കത്തിന്റെ മഹത്വം കൊണ്ടാണ് എന്ന് നാം പറയില്ല. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ അത് സ്വന്തം ബുദ്ധി വെച്ച് പറഞ്ഞില്ല. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പറഞ്ഞതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ചെയ്തപ്പോ അത് സ്വന്തം തീരുമാനമനുസരിച്ച് ചെയ്തില്ല. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് എന്തെങ്കിലും കൽപ്പിച്ചപ്പോ ഞാനിതാ വലിയ ബുദ്ധിമാനാണ്, ഞാൻ പ്രഖ്യാപിക്കുന്നത് ചെയ്തു കൊള്ളണം, ഞാൻ തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചില്ല. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതുപോലെ. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള അബദ്ധങ്ങൾ ആ ജീവിതത്തിൽ ഇല്ലാതെ പോയത്. മുഹമ്മദ് നബി പറഞ്ഞു 1000 കാര്യങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും പാലിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ലോകമേ, അവിടെ എവിടെയും അബദ്ധങ്ങൾ വന്നില്ല, അവിടെ എവിടെയെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായില്ല, അവിടെ എവിടെയും കുറവുകൾ ഉണ്ടായില്ല. മഹാബുദ്ധിജീവികളിലൂടെ കാലങ്ങൾ കഴിഞ്ഞ് ലോകം കണ്ട മഹാബുദ്ധിജീവികളിലൂടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട വലിയ വലിയ ദർശനങ്ങൾ, സൗന്ദര്യമുണ്ടായിരുന്നു ആ ദർശനങ്ങൾ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോ അത് ഏറ്റുപാടാൻ ലോകത്തിന്റെ നാനാഭാഗത്തും ആയിരക്കണക്കിന് ആളുകളും അനുയായികളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ദർശനങ്ങൾക്ക് സുന്ദരമായി മനുഷ്യബുദ്ധിയിൽ നിന്ന്, മഹാമനീഷികളുടെ മസ്തിഷ്കങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദർശനങ്ങൾക്ക് നമ്മുടെ ലോകത്തിന്റെ മണ്ണിൽ ഒരു പുരുഷായുസ് പോലും പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല എന്നാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തെ മനുഷ്യന്റെ ചരിത്രം ധന്യമായി നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെയാണ് അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിക ആദർശത്തിന്റെ, മതദർശനത്തിന്റെ, മതാധ്യാപനത്തിന്റെ, ആത്മീയ അധ്യാപനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയുമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരുടെ ജീവിതം കുറ്റമറ്റതായി തീരും. ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടാൽ ആ സമൂഹത്തിന്റെ ജീവിതം, വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ, കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ, ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ, ഒരാൾക്കൂട്ടമാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിന്റെ, മുഹമ്മദ് നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ സ്വീകരിക്കുന്നത് ആരായാലും അവരുടെ ജീവിതങ്ങൾ കുറ്റമറ്റതായി തീരും, അവരുടെ ജീവിതം സ്വസ്ഥതയുള്ളതായി തീരും, അവരുടെ ജീവിതം സമാധാനമുള്ളതായി തീരും. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ആശയത്തിന്, മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവിക ദർശനത്തിന് ഇസ്ലാം എന്ന പേര് നൽകപ്പെട്ടത്. അത് സമാധാനത്തിൻ്റെതാണ്, അത് സ്വസ്ഥതയുടേതാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമാണത്. സമാധാനത്തോടുകൂടെ ജീവിക്കാനും സമാധാനത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനും സമാധാനത്തോടുകൂടെ പരലോകത്ത് പ്രപഞ്ചരക്ഷിതാവിനെ കണ്ടുമുട്ടാനുമുള്ള ആശയം എന്ന നിലക്കാണ് ഇസ്ലാം ദൈവപ്രോക്തമായ ഒരു സന്ദേശം എന്ന നിലക്ക് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഇതൊന്നുമില്ലെങ്കിൽ, നാം ഇതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ, നാം ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിൽ, നാം ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ, ഇതൊന്നും കേട്ടില്ലെങ്കിൽ, ഇതൊന്നും നാം പരിഗണിച്ചില്ലെങ്കിൽ, നാം അവനവന്റെ ഇഷ്ടം പോലെ നമ്മുടെ ശരിയും നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നാം തന്നെ തീരുമാനിച്ച് നാം മുന്നോട്ട് പോയാൽ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ലോകത്ത് എന്ത് സംഭവിക്കാനാണ്? നമുക്കറിയാം, അവിടെ ചൂഷണങ്ങളെ കുറിച്ച് സംസാരിക്കാത്ത ആളുകളില്ല, മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരോട് ശത്രുത കാണിക്കാത്ത ദർശനങ്ങളില്ല, മനുഷ്യന്റെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ചീർത്തു വീർത്ത് വലിയ വലിയ ആസ്വാദനങ്ങളുടെ സാമ്രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് വലിയ ശാസ്ത്രവും കാണിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല. നമുക്കറിയില്ലേ, ജനിക്കുന്ന സമയത്ത് വായിൽ വെള്ളിക്കരണ്ടി വെച്ച് ജീവിച്ച് തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭ്യമായ സമ്പത്തിന്റെ, സൗകര്യത്തിന്റെ, അധികാരത്തിന്റെ, ആഡംബരത്തിന്റെ അവസരങ്ങളെല്ലാം ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് സുഖങ്ങളിൽ നിന്നും സുഖങ്ങളിലേക്ക് മാത്രം കടന്നുപോയി ജീവിച്ച് തീർന്നവർ നമ്മുടെ ലോകത്തില്ലേ? അവർ ഈ ലോകത്ത് പലരെയും ഉപദ്രവിച്ചു, പല ആളുകളെയും അവർ ദ്രോഹിച്ചു, പല ആളുകൾക്കും തീരാവേദനകൾ, തലമുറകൾക്കപ്പുറം നിലനിൽക്കുന്ന തീരാവേദനകൾ അവർ സമ്മാനിച്ചു. നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട് ആ ചെയ്ത പാതകത്തിന് അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന്. ജനിക്കുന്ന സമയത്ത് അവർക്ക് വായിലുണ്ടായിരുന്നത് വെള്ളിക്കരണ്ടിയാണെങ്കിൽ അവർ മരിക്കുന്നത് സ്വർണ്ണക്കരണ്ടികൾ വായിൽ വെച്ചുകൊണ്ട് സുഖങ്ങളിൽ നിന്ന് സുഖാനുഭൂതികളുടെ പുതിയ പുതിയ ലോകങ്ങൾ തേടി വലിയ വലിയ ആഘോഷമാക്കി ജീവിതത്തെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് ജീവിതം തിമർത്താടി കടന്നുപോയവരും കഴിഞ്ഞുപോയവരും ഉണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും കൊന്നൊടുക്കി നശിപ്പിച്ച് അവരുടെ മുകളിൽ
അവരുടെ ജഡങ്ങളുടെ മുമ്പിൽ, മൃതദേഹങ്ങളുടെ മുകളിൽ സിംഹാസനങ്ങൾ ഇട്ടുകൊണ്ട് ലോകത്തിന്റെ അധിപന്മാരായി ലോകത്തെ മുഴുവൻ കീഴടക്കി കടന്നുപോയ ആളുകൾ. നമ്മുടെ ബുദ്ധി പറയുന്ന ചെറിയൊരു നീതിബോധമുണ്ട്. ഈ പാതകം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവർ ചെയ്ത പാതകങ്ങൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന്. അതെവിടെ നിന്നാണ്? അതാണ് മതം പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മനുഷ്യരെ മരണമെന്ന് പറയുന്ന അനിവാര്യമായ ഒരു കവാടം മനുഷ്യന്റെ മുമ്പിലുണ്ട്. അതിലൂടെ കടന്നു പോകാത്ത ഒരാളും ലോകത്തില്ല. ചിരഞ്ജീവിയായി മാറുന്ന, തനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിക്കാവുന്ന ആളുകൾ ലോകത്തൊരാളുമില്ല. ആരൊക്കെ ജനിച്ചുവോ അവരെല്ലാം മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ പ്രപഞ്ചത്തിന്റെ ഖിയാമത്ത് നാളെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യദിനം, ഈ ലോകത്തിന്റെ അന്ത്യദിനം, മനുഷ്യരടക്കം ഈ പ്രപഞ്ചം മുഴുവൻ അന്ത്യദിനത്തിൽ തകർന്ന് ഇതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മാനവലോകം, തങ്ങൾ ചെയ്ത ജീവിതത്തെക്കുറിച്ച് കണക്ക് പറയേണ്ടുന്ന പരലോകം, ദൈവത്തിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ, പ്രപഞ്ച രക്ഷിതാവിന്റെ കോടതിയിൽ തങ്ങൾ ചെയ്ത ശരികളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും കണക്ക് പറയേണ്ടുന്ന പരലോകം, യൗമുൽ ഖിയാമ. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. അവിടെ ആരാണോ നരകത്തു നിന്ന് രക്ഷപ്പെടുന്നവർ, അവിടെ ആരാണോ സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കുന്നവർ, ഫഖദ് ഫാസ്, അവർ വിജയിക്കുന്നവരാണ്, അവരാണ് വിജയികൾ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ഇവിടെ ഭൗതികവാദങ്ങളും യുക്തിവാദികളും നമ്മുടെ മണ്ണിൽ കടന്നു വന്നുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിന്റെ പളവളപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതിന്റെ ആസ്വാദനങ്ങളെ മാത്രം അടിസ്ഥാനപരമായ തന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഭൗതിക ദർശനങ്ങൾ. അല്ല, മനുഷ്യരെ മരണത്തോടുകൂടി അവസാനിക്കുകയില്ല. സൃഷ്ടിച്ച രക്ഷിതാവിന്റെ മുമ്പിൽ പോയി കണക്ക് പറയണം. തന്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിലെ സ്വകാര്യതകളെക്കുറിച്ചും പരസ്യ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കണം. നന്മ ചെയ്തവർ അവർ സ്വർഗവാസികളാണ്. തെറ്റാണ് ചെയ്തതെങ്കിൽ, തിന്മയാണ് ചെയ്തതെങ്കിൽ, ദൈവികമായ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ആയാണ് ജീവിച്ചതെങ്കിൽ ദൈവികമായ ശാപകോപങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ദൈവികമായ ശാപകോപങ്ങളുടെ ലോകമാണ് പരലോകത്ത് നരകമെന്ന് പറയുന്നത്. ദൈവാനുഗ്രഹങ്ങളുടെ സന്തോഷ സമാധാനങ്ങളുടെ ലോകമാണ് സ്വർഗലോകമെന്നറിയപ്പെടുന്നത്. ആ സ്വർഗം ലഭിക്കാൻ നരകത്തിന്റെ ഭയാനതകളിൽ നിന്നും തീഷ്ണതകളിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും മാനവലോകം രക്ഷപ്പെടാൻ, അതിനുവേണ്ടിയാണ് മതം മനുഷ്യനോട് സംസാരിക്കുന്നത്. മനുഷ്യൻ സമാധാനത്തോടെ ജനിച്ച്, സമാധാനത്തോടെ ജീവിച്ച്, ശാന്തമായ കുടുംബത്തിൽ, സ്വസ്ഥതയുള്ള സമൂഹത്തിൽ അവൻ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നല്ലവനായി മരണപ്പെട്ട് പ്രപഞ്ചരക്ഷിതാവിന്റെ മുമ്പിലെത്തുമ്പോൾ അവൻ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമായി സ്വർഗലോകം വാങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചാണ് മതം മനുഷ്യനോട് സംസാരിക്കുന്നത്. അത് കേവലമായ അന്ധതയുടെ, പാരമ്പര്യങ്ങളുടെ, പൈതൃകങ്ങളുടെ പിൻബലം വെച്ചുകൊണ്ടല്ല. മനുഷ്യബുദ്ധിയുടെ മുമ്പിൽ, മനുഷ്യന്റെ യുക്തിയുടെ മുമ്പിൽ, മനുഷ്യന്റെ വിചാരത്തിന്റെ മുമ്പിൽ അതിന്റെ കൃത്യമായ അളവുകോലുകളെ കൊണ്ട് അളന്നു നോക്കിയാൽ ഒരബദ്ധങ്ങളും ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത പ്രമാണങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയുടെ മാനവലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടാണ് മതം ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ആത്മാർത്ഥമായി അന്വേഷിക്കാം, നിരന്തരമായി പഠിക്കാം. സത്യമാണെങ്കിൽ, ശരിയാണെങ്കിൽ എന്തെല്ലാം വലിച്ചെറിയേണ്ടി വന്നാലും നന്മയുടെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ, ശരിയുടെ കൂടെ, സത്യത്തിന്റെ കൂടെ, ആണത്വത്തോടുകൂടെ, ആർജവത്തോടുകൂടെ അതിന്റെ നേർസാക്ഷികളായി നമുക്ക് ജീവിക്കാം. അതിന് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകളിലാണ്, നമ്മുടെ ചോദ്യങ്ങളിലാണ്, നമ്മുടെ സംശയങ്ങളിലാണ്, നമ്മുടെ ഇടപെടലുകളിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക. ആളുകൾക്ക് കൂടുതൽ അത് ഇവിടെയാണെങ്കിലും തുടർന്നാണെങ്കിലും ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനാവുക. അതുകൊണ്ട് സജീവമായ ഇടപെടലുകൾ സദസ്സിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ അടുത്ത സെഷനിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. സത്യമായി അറിയാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും സത്യത്തിന്റെ കൂടെ നിന്ന് ജീവിച്ചു മരിക്കാനുമുള്ള അറിവും കഴിവും തന്റേടവും തൗഫീഖും സർവശക്തൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര സെഷനാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ സദസ്സിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കേണ്ടതാണ്. പരമാവധി ഒരു ചോദ്യം മാത്രം ചോദിക്കുക.
അതിന് ഉത്തരം ലഭിച്ചതിന് ശേഷം ഉപചോദ്യം ആകാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും ജോലിയും വെളിപ്പെടുത്തേണ്ടതാണ്. സ്ത്രീകൾക്കും ചോദ്യോത്തരത്തിന് അവസരമുണ്ട്. ചോദ്യോത്തര സെഷൻ ആരംഭിക്കും. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എൻ്റെ പേര് ഹിലാൽ എന്നാണ്. എനിക്ക് 3 സംശയമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഒരു പരിപാടി വെച്ചതായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പരിപാടി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വന്ന് പരിപാടി ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇത്രയും ദൂരം വരാൻ കാരണം. ഇത് ഒരുപാട് നാളായി മനസ്സിൽ നടക്കാൻ തുടങ്ങിയിട്ട് സംശയം. അപ്പോൾ ഈ 3 സംശയങ്ങൾക്കും നമുക്ക് സാഹിബ് മറുപടി തരണം. എൻ്റെ ആദ്യത്തെ സംശയം ഇതാണ്. ഞാൻ ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ സംഭവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയുണ്ടായി. അതിൽ ഏറ്റവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കാത്തവൻ ഒരാൾ പോലും ഈമാൻ കരസ്ഥമാക്കുകയില്ല. ഈമാന്റെ ഫസ്റ്റ് പടിയാണത്. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരെല്ലാം അള്ളാഹു നമ്മുടെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം എന്താ അള്ളാഹ് ഇത്രയും ഒരു ആദരണീയനാക്കാനുള്ള കാരണം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അവരുടെ അടുത്ത് എന്താ അള്ളാഹ് ഒരു വിവേചനം കാണിച്ചത്? ഇതെൻ്റെ ഒന്നാമത്തെ സംശയമാണ്. ഞാൻ പലതും ഉദ്ദേശിച്ച് വന്ന വക്കം മറന്നുപോയി. ഇനി രണ്ടാമത്തത് ബൈബിളെ സംബന്ധിച്ചാണ്. ആ ചോദ്യം അവിടെ ചോദിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിനും എനിക്ക് മറുപടി തരണം. ഒന്നാമത്തെ, എൻ്റെ അടുത്തൊരു ക്രൈസ്തവ സുഹൃത്ത് പറയുകയുണ്ടായി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതാവിനാലും പിതാവിനാലും സൃഷ്ടിക്കപ്പെട്ട നബിയാണ്. കേവലം നാമൊക്കെ എങ്ങനെ സൃഷ്ടിക്കും, അങ്ങനെ അതേ രൂപേണ സൃഷ്ടിക്കപ്പെട്ട ഒരു നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മാതാവിനാൽ മാത്രം റൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. കേവലം ഒരു മാതാവിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട നബിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടുപോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, വാനലോകത്തേക്ക് ഉയർന്ന് എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു, കുടുംബജീവിതം ലൈംഗിക ജീവിതം അനുഭവിച്ചു, മക്കളുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുടുംബജീവിതം വിവാഹം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത്, എൻ്റെ അടുത്ത് സഹോദരൻ പറഞ്ഞാണ്, ഞങ്ങളുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല സാധാ ഒരു പ്രവാചകനാണെന്ന് പറയുന്നത്? ഇതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം. ഇനി മൂന്നാമത്തെ സംശയം ഇച്ചിരി സുദീർഘമായൊരു സംശയമാണ്. അതുകൊണ്ട് എനിക്ക് മറുപടി തരണം. അതായത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവന്റെ സാഹചര്യം. കാരണം സാഹചര്യമാണ് ഒരു മനുഷ്യനെ, ഇപ്പം എൻ്റെ പിതാവ് മരണപ്പെട്ടുപോയി. എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടും എൻ്റെ സാമൂഹികപരമായിട്ടും ഞാൻ ഒരുപാട് വിഷമതകൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവുള്ളപ്പോൾ എനിക്ക് ആ വിഷമതകൾ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ പിതാവ് മരണപ്പെട്ടു, അതെൻ്റെ സാഹചര്യമാണ്. അപ്പം നമുക്ക് ഗുജറാത്ത് കലാപവേളയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ 2 ഉദ്യോഗസ്ഥർ ഈ കലാപബാധിതരായ കുട്ടികൾക്കിടയിൽ ഒരു കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഒരു 5 വയസ്സുകാരനായ കുട്ടി ചോദിച്ചു, മകനെ നിനക്ക് വലുതാകുമ്പോൾ എന്താകാനാ
ആഗ്രഹമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വലുതാകുമ്പോൾ ഞാൻ 2 തോക്ക് വാങ്ങിക്കും. എന്തിനാ മകനെ തോക്കെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ കൺമുമ്പിൽ വെച്ച് പിറ്റിച്ചീന്തിവരെ എടുത്ത് എനിക്ക് അവരെ വെടിവെച്ച് കൊല്ലണം എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. അതേപോലെ തന്നെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതല്ല, പല പത്രമാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുകയുണ്ടായി, എനിക്ക് വലുതാകുമ്പോൾ IPS ഓഫീസർ ആവണം. എന്തിനാ മകളെ IPS ഓഫീസറാകുമെന്ന് ചോദിച്ചപ്പോൾ ഇതേ ഉത്തരം തന്നെ ആ കുട്ടിയും പറയുകയുണ്ടായി. അവരൊരിക്കലും വലുതാകുമ്പോൾ ഒരു കുഴപ്പക്കാരനാവാനോ ഒരാളെ കൊലപാതകമാകാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കി തീർന്നത്. അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കറിയാം. ഒരു മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, അവനെ തീവ്രവാദിയാക്കി മുദ്രകുത്തും. അതേപോലെ തന്നെ മാവോയിസ്റ്റ് നമുക്കറിയാം. മറ്റേ ദളിത് വിഭാഗങ്ങളുടെ അവര് ഈ ഭരണകൂടത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോൾ മാവോവാദിയും ഒക്കെയാവും. ഇതൊക്കെ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കാൻ പറ്റും, ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, ഈ 3 കാര്യങ്ങളാണ് എനിക്കുള്ളത്. 3 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തന്നെ ആണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിൽ തിരിച്ചു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരങ്ങളെ, മതം, യുക്തിയും വിചാരവും എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ പഠനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ ഒരു സവിശേഷമായ സൃഷ്ടിയാണ് എന്നും അവൻ്റെ സവിശേഷത ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ശരിയിലൂടെ മുന്നോട്ടു പോയി ഉത്തമനാകുവാനും തെറ്റിലൂടെ മുന്നിലോട്ട് പോയി അധമനാകുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്നും ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയും മാനവിക നാഗരികതയുടെ വളർച്ചയ്ക്ക് നിമിത്തമായ കാര്യവുമെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്നും ആ മാർഗനിർദ്ദേശം നൽകുവാൻ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രഘടനക്കോ അടിസ്ഥാനപരമായി കഴിയില്ല എന്നും യഥാർത്ഥത്തിലുള്ള തെറ്റുപറ്റാതെയുള്ള മാർഗദർശനം നൽകാൻ സൃഷ്ടികർത്താവായ തമ്പുരാന് മാത്രമേ കഴിയൂ എന്നും പടച്ചവൻ്റെ തെറ്റുപറ്റാത്ത മാർഗദർശനമാണ് പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള വസ്തുക്കളെല്ലാം വിളിച്ചു പറയുന്നത് എന്നതിനാൽ പ്രസ്തുത മാർഗദർശനം ഒരിക്കലും തെറ്റുപറ്റാത്തതായിരിക്കുമെന്നും പടച്ചവൻ്റേത് എന്ന് ഉറപ്പുള്ള മാർഗനിർദ്ദേശം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമാണ് എന്നും ആ ഇസ്ലാമിൻ്റെ ഇന്നത്തെ പ്രമാണങ്ങളാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്നും ഈ പ്രമാണങ്ങൾ മനുഷ്യരുടെ മുന്നിൽ ബുദ്ധിപരമായ യുക്തിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ ആദർശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നും സട്ടാവായ സംരക്ഷകനായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്നും അവൻ്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കണമെന്നും അങ്ങനെ ജീവിച്ചവർക്ക് നൽകപ്പെടുവാനുള്ള നന്മയുടെ ലോകമായ സ്വർഗലോകത്തെയും തിന്മയുടെ അത് നിഷേധിച്ചവർക്ക് നൽകപ്പെടാനുള്ള തിന്മയുടെ ലോകമായ നരകലോകത്തെയും കുറിച്ച് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങൾ തന്നെ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നു എന്നും ഈ ആശയങ്ങളെല്ലാം പൂർണ്ണമായും യുക്തിസഹമാണ് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിഷയകമായ തുറന്ന ചർച്ചകളും ചോദ്യോത്തരങ്ങളും വിമർശനങ്ങളുമെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയുമാണ്. സഹോദരൻ പെരുമ്പാവൂരിൽ നിന്ന് വന്ന
ഹിലാലിൻ്റെ ചോദ്യങ്ങൾ 3 എണ്ണമാണ്. 3 വിഷയവുമായി ബന്ധമുള്ളതല്ല. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത് എന്ന്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ടായിരുന്നു. 1,00,000-ലധികം ദൈവദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുൻപ് കഴിഞ്ഞു പോയ ദൈവദൂതന്മാരെല്ലാം ഒരു പ്രത്യേക ദേശത്തേക്കോ പ്രദേശത്തേക്കോ കാലഘട്ടത്തിലേക്കോ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്ക് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, മുഴുവൻ കാലത്തിനും വേണ്ടി, മുഴുവൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറൻ വനദീറൻ വലാകിന്ന അക്സറന്നാസി ലാ യഅലമു. പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നത്, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് എന്നാണ്. മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകന്റെ ജീവിതം മുഴുവൻ മനുഷ്യർക്കും, ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും മാതൃകായോഗ്യമാക്കുവാൻ തക്കവണ്ണം കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം, ശുദ്ധമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന്, ഔന്നത്യത്തിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനർത്ഥം മുൻപുള്ള പ്രവാചകന്മാർ ഏതെങ്കിലും അർത്ഥത്തിൽ അധമന്മാരാണ് എന്നല്ല, കുറഞ്ഞവരാണ് എന്നല്ല, കുറവുള്ളവരാണ് എന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യ നിർവഹണത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരും ഉന്നതന്മാരാണ്, ഉത്തമന്മാരാണ്. ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകൾ സർവശക്തനായ തമ്പുരാൻ നൽകിയിട്ടുമുണ്ട്. ഈ സവിശേഷതകൾ, ഓരോരുത്തരുടെയും സവിശേഷതകൾ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദൈവദൂതന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും അവരുടെ ജീവിതം വിശുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ മുസ്ലിമിനോട് ആഹ്വാനം ചെയ്യുന്നത്, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. അഥവാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മുൻപർ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഇബ്രാഹീമിന്, ഇസ്മായിലിന്, ഇസ്ഹാക്കിന്, യാക്കൂബിന്, മോശക്ക്, യേശുവിന്, യാക്കൂബിൻ്റെ പുത്രന്മാർക്ക്, അവരല്ലാത്ത പ്രവാചകന്മാർക്ക്, എല്ലാ ആളുകൾക്കും അവതരിപ്പിക്കപ്പെട്ട അവരുടെ നിയോഗത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഈ പ്രവാചകന്മാരെല്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരെല്ലാം മാതൃകായോഗ്യരായ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരെല്ലാം വിശുദ്ധരായ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർ മുഴുവനും ലോകത്തിന് വെളിച്ചം കാണിച്ച പ്രവാചകന്മാരാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് അവരുടെ ദൗത്യം പരിമിതമായിരുന്നു. ആ പരിമിതിയാണ് അവരെ പരിമിതമാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ വിശാലത അദ്ദേഹത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമാണുള്ളത്. അവിടെ ഇതിൽ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകിയ ചില സവിശേഷതകൾ, ആ സവിശേഷതകൾ മറ്റു പ്രവാചകന്മാർക്ക് നൽകിക്കൊള്ളണമെന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ സവിശേഷതകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടില്ല. മൂസാ നബിക്ക് നൽകപ്പെട്ട സവിശേഷതകൾ ഈസാ നബിക്കും നൽകപ്പെട്ടിട്ടില്ല. ഓരോ ദൈവദൂതന്മാർക്കും വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ സർവശക്തൻ നൽകുന്നുണ്ട്. ഇതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കന്യകയിൽ ഗർഭിണിയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളത്. അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അത്ഭുതമാണ്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ, ക്രൂശിക്കുവാൻ വേണ്ടി ആളുകൾ കടന്നു വന്നപ്പോൾ, പിലാത്തോസിന്റെ പടയാളികൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയും അള്ളാഹുവിങ്കിലേക്ക് ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അഥവാ അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവസാന നാളിൽ കടന്നു വരികയും ഭൂമിയിലേക്ക് വരികയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈസാ നബിയുടെ സവിശേഷതകളിൽ പെട്ടതാണവ. എന്നാൽ
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷത അദ്ദേഹം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്നതാണ്. അദ്ദേഹം തൻ്റെ വലത് കൈ കക്ഷത്ത് വെച്ചപ്പോൾ അത് പ്രകാശിക്കുന്ന വെളുപ്പ് നിറമുള്ളതായി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹം സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം പിളർന്ന് അതിലൂടെ വഴി നടക്കാൻ കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹം ഒരു പാറയിലടിച്ചപ്പോൾ പാറയിൽ നിന്ന് നീരുറവകൾ ഉണ്ടായി എന്നതാണ്. ഈ സവിശേഷതകൾ ഈസാ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സവിശേഷതകളെ കൊണ്ട് ആരെങ്കിലും ദൈവമോ ദൈവപുത്രനോ ആവില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട്, പിതാവിൻ്റെ സ്പർശമില്ലാതെയാണ് ജനിച്ചത് എന്നതുകൊണ്ട് അദ്ദേഹം ദൈവമാണ് എന്ന വാദമാണെങ്കിൽ, ദൈവപുത്രനാണ് എന്ന വാദമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം ദൈവപുത്രനാകേണ്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദൈവമാകേണ്ടത്. മാതാവോ പിതാവോ ഇല്ലാതെ ജനിച്ചയാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ വെറും ഒരു പുരുഷനിൽ നിന്ന് മാത്രമായി ജനിച്ചയാളാണ് ഹവ്വ, ആദി മാതാവ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരും ദൈവമാകണം. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാന്റെ അത്ഭുതങ്ങളാണ് ഇവെല്ലാം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെതായ സവിശേഷതകളുണ്ട്. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ കുഞ്ഞുണ്ടാവുക എന്നതിന് പകരം സ്ത്രീയിൽ നിന്ന് മാത്രമായി കുഞ്ഞുണ്ടാവുക എന്ന് പടച്ചവന്റെ പ്രത്യേകമായ കൽപ്പന, പടച്ചവന്റെ വചനമുണ്ടായത് കൊണ്ട് ആ വചനമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആൻ പറഞ്ഞു. കലിമത്തുള്ളയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവം തന്നെയാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനിൽ നിന്നുള്ള ഒരു ആത്മാവാണ് എന്ന്. പടച്ചവനിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് എന്നല്ല അർത്ഥം. മറിച്ച് അത് ദൈവമാണ് എന്ന് വാദിച്ച ആളുകളോട്, സ്വന്തമായി ദൈവപുത്രനാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടിയാണ് അല്ലാഹുവിൽ നിന്നുള്ള ആത്മാവാണ് അദ്ദേഹം എന്നുള്ളത്. അതെല്ലാമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ സവിശേഷതകൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് കഅബാലയത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അതേപോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം, യഥാർത്ഥത്തിൽ ഈസാ നബിക്ക് നൽകപ്പെട്ട അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതം, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും നൽകിയതിനേക്കാൾ വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതമാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അത്ഭുതം ചരിത്രത്തിന്റെ ഭാഗമല്ല, മറിച്ച് ചരിത്രത്തോടൊപ്പം നടക്കുന്ന അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ ഭൂതകാലത്തിൽ പറയുമ്പോൾ ആ ജീവിപ്പിച്ചോ എന്ന യുക്തിവാദിയുടെ ചോദ്യത്തിന് അതേ ജീവിപ്പിച്ചു എന്ന് മറുപടി പറയാൻ ചരിത്രത്തിലെ രേഖകൾ മാത്രമേയുള്ളൂ. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ, വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയൂ. പക്ഷേ അത് ഭൂതകാലമാണ്, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് പറയുന്നവരോട് രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുവാനല്ലാതെ വസ്തുതാപരമായി സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകത്തെ ഏത് കാലഘട്ടത്തിലുമുള്ള അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മുന്നിൽ വെല്ലുവിളിക്കുകയാണ് ഖുർആൻ. ഇതിൻ്റെ സവിശേഷത, ഇത് സർവശക്തനിൽ നിന്നുള്ളതാണ്, ഇത് ലബദ്ധമില്ല, ഇതിൽ വൈരുദ്ധ്യമില്ല, ഇതിൽ കളങ്കങ്ങളില്ല, ഇതേപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന്. ഇത് ഖുർആനിൻ്റെ സവിശേഷത, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷികത. ചുരുക്കത്തിൽ ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷതകൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം വലുതും മുഹമ്മദ് നബി ചെറുതുമാകുന്നില്ല, മുഹമ്മദ് നബി വലുതും അദ്ദേഹം ചെറുതുമാകുന്നുമില്ല. മറിച്ച് പ്രവാചകന്മാരെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. എന്നാൽ നമുക്ക് മാതൃകയാക്കുവാനുള്ളത്, അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള ദർപ്പണമായി ഉപയോഗിക്കാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആദരിക്കുന്നു. അതേ മറ്റു പ്രവാചകന്മാരെ ഇകഴ്ത്തുകയോ മറ്റു പ്രവാചകന്മാരെ മോശമാക്കുകയോ ചെയ്യാതെ തന്നെ. പിന്നീടുള്ളൊരു പ്രശ്നം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട്
ഭീകരവാദികളും തീവ്രവാദികളുമെല്ലാമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ്. തീർച്ചയായും ആ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ സമൂഹം ശ്രമിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും. എങ്കിൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാവുകയുള്ളൂ. കുറ്റകൃത്യങ്ങൾ കേവലം ഭീകരവാദത്തെ സൃഷ്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, തോന്നിവാസങ്ങൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, വ്യാപകമായി സമൂഹത്തിൽ തിന്മകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ തിന്മകളിലേക്ക് മനുഷ്യർക്ക് നടന്നു പോകുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് തിന്മകൾ, സാമൂഹികമായ തിന്മകൾ അത് ഇല്ലാതിരിക്കുവാനുള്ള നിയമം ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ നിയമത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായി വ്യക്തികളാണ് നന്നാകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പാഠം. അഥവാ ലോകം എങ്ങനെയായിരുന്നാലും, ലോകത്ത് എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും മുസ്ലിമിൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അവിടെയാണ് ആരും ഭീകരവാദിയാക്കിയാൽ ഭീകരവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും തീവ്രവാദിയാക്കിയാൽ തീവ്രവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും അധാർമികനാക്കിയാൽ അധാർമികനാകേണ്ടവനല്ല മുസ്ലിം. മുസ്ലിമിൻ്റെ ജീവിതത്തെ കൃത്യമായി നിർണയിക്കുന്ന, കൃത്യമായി മുസ്ലിമിൻ്റെ ജീവിതത്തെ നയിക്കുന്ന കൃത്യമായ പ്രമാണങ്ങളുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സാഹചര്യമുണ്ടെങ്കിലും ആ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും അയാൾ ചിന്തിക്കുക, അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെയാകുമ്പോൾ കേവലം കലാപങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളായി അയാൾ തീരുകയില്ല എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതില്ലാതെയാക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാകണം, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകണം, നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. പക്ഷേ സാഹചര്യം മോശമാണ് എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ തിന്മയിലേക്കോ തെറ്റിലേക്കോ കലാപത്തിലേക്കോ കൊണ്ടുപോകുവാനുള്ള ന്യായീകരണമല്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമിന് അവൻ്റെ ജീവിതം എങ്ങനെയാകണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ല മുസ്ലിമിൻ്റെ ജീവിതമോ ശൈലിയോ ദൗത്യമോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എൻ്റെ പേര് ഷാഹുൽ ഹമീദ്, കൽപ്പഞ്ചേരി, നോൺ എംപ്ലോയി ആണ്. വിഷയാവതാരകൻ അവതരണത്തിൽ തുടങ്ങിയത് മനുഷ്യൻ്റെ ചിന്തയുടെ പരിമിതികളെക്കുറിച്ചാണെങ്കിൽ വിഷയം അവസാനിപ്പിച്ചത് മനുഷ്യൻ്റെ ചിന്തയുടെ ഔന്നിത്യത്തെക്കുറിച്ചാണ്. ഏതായാലും യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചുകൊണ്ട് വേദഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളിലടങ്ങുന്ന വിഷയങ്ങളെല്ലാം മനുഷ്യൻ്റെ ചിന്തക്കും യുക്തിക്കും വിചാരത്തിനും ചേർന്നവയായിരിക്കണമെന്നത് നിർബന്ധമാണ്. കാരണം മനുഷ്യൻ്റെ ചിന്തയും യുക്തിയും വിചാരവും അറിയുന്ന ദൈവമാണ് യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആത്മാവിൽ നിന്നാണെന്നും ആ ആത്മാവിൽ നിന്ന് ധാരാളം അതായത് റിജാലൻ ഗസീറം വനിസാൻ, ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചു എന്ന് പറയുന്ന ദൈവം കോടിയോളം വരുന്ന സ്ത്രീയും പുരുഷനുമല്ലാത്തവരെ കണ്ടില്ലെന്നുണ്ടോ? അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ സ്വവർഗാനുരാഗം, സ്വവർഗ രതി അല്ലെങ്കിൽ സ്വവർഗ വിവാഹം. അപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റിയത്? ദൈവം മനുഷ്യന്റെ ചിന്തയ്ക്ക് ലിമിറ്റുണ്ടെന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥവും ദൈവത്തിൻ്റെതെന്ന പേരിൽ സൃഷ്ടിച്ചത് മനുഷ്യർ തന്നെയാണല്ലോ, അതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അതിൽ പല വൈരുദ്ധ്യങ്ങളും ഉള്ളത്. വൈരുദ്ധ്യങ്ങൾ നമുക്ക് പറയാൻ സമയം എത്രയോ ഉണ്ട്. ഖുർആനിലൊരു ആയത്തുണ്ടായിരുന്നു, ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു.
ആയത്ത് ഇതാണ്: അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ നസയ, വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലണമെന്ന ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു. ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളത് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റസൂലുമായി ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്ന് വിശദമായി പറയുന്ന ഹദീസ് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് ബന്ധപ്പെട്ടാൽ തരാവുന്നതാണ്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യന്റെ യുക്തിയുടെ ലിമിറ്റ് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചു പറയുന്നതിൽ പോലും യുക്തി കണ്ടെത്താനോ ന്യായം കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ വിചാരം കണ്ടെത്താനോ പോലും കഴിയാതെ എവിടേക്കാണ് ഈ സഞ്ചാരം? സുഹൃത്ത് ഷാഹുൽ ചോദ്യം, യാ യുഹന്നാസ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ യുക്തി കണ്ടെത്തുവാനോ കാര്യം കണ്ടെത്തുവാനോ കഴിയില്ലെങ്കിൽ എങ്ങോട്ടാണ് സഞ്ചാരം എന്നാണ്. സഞ്ചാരം നേർദിശയിൽ തന്നെയാണ്. ഷാഹുൽ ഹമീദിന് അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ യുക്തിയും ബുദ്ധിയും അതിൻ്റെ പരിമിതിയും അതിനപ്പുറത്തുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് അപഗ്രഥിക്കുന്നിടത്ത് സംഭവിച്ച ഗുരുതരമായ പാളിച്ചയാണ് ഈ ചോദ്യങ്ങളിൽ തെളിഞ്ഞു കാണുന്നത്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്. അത് അവൻ്റെ അസ്തിത്വ സംബന്ധിയായ ചോദ്യങ്ങളാണ്. ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾ പൊതുവെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ നമുക്ക് സംഗ്രഹിച്ചാൽ ലഭിക്കുന്നതാണ് ഈ 3 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യബുദ്ധിയുടെ ഡൊമൈനിൽ കഴിയില്ല എന്ന് ഉത്തരം പറയുമ്പോൾ കേൾക്കണം. അതാണല്ലോ അതിൻ്റെ ശരിയായ മര്യാദ. ഉത്തരം പറയുമ്പോൾ അവിടെ സംസാരിച്ചാൽ കേൾക്കൂല. അപ്പോൾ അതുണ്ടാവില്ല. മനുഷ്യൻ്റെ ഒരു പരിമിതി ഉണ്ട്, തലച്ചോറിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ ഷാഹുൽ ഹമീദിനെ തിരിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യബുദ്ധിക്ക് മാത്രമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്നവയല്ല ഈ ചോദ്യങ്ങൾ. അത് ഞാൻ പറയുന്നതല്ല. മനുഷ്യൻ്റെ ഡൊമൈനിനെ കുറിച്ച്, മനുഷ്യൻ്റെ ആദായ മേഖലകളെക്കുറിച്ച് വളരെ കൃത്യമായി നൊബേൽ സമ്മാന ജേതാവായ തികഞ്ഞ ഭൗതികവാദിയായ പീറ്റർ മെഡവർ തൻ്റെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഭൗതികവാദിയായ പീറ്റർ മെഡവർ അസ്തിത്വ സംബന്ധിയായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് മറുപടി നൽകുവാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ആ ചോദ്യത്തെ എൻ്റെ ഉത്തരം തേടി ഫിലോസഫിയിലേക്ക്, ഹ്യൂമണിസത്തിലേക്കെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് അടിസ്ഥാനപരമായൊരു വസ്തുതയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല, മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ബുദ്ധി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞത്. അത് രണ്ടും വ്യതിരിക്തമായി മനസ്സിലാക്കണം ഷാഹുൽ ഹമീദിനെ പോലെയുള്ള ആളുകൾ. ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധിയുടെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടങ്ങളുണ്ട്. ആ തേട്ടം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള വ്യക്തമായൊരു നിയാമക ശക്തിയെ, വളരെ കൃത്യമായ ഒരു സംവിധായകനെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ എന്നുള്ള വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവികമായ തേട്ടമാണ്. ഇതേപോലെ തന്നെ മനുഷ്യജീവിതത്തിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്ന് ആ യഥാർത്ഥത്തിൽ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യന് അവൻ്റെ യുക്തിയുടെ തേട്ടമായി കണ്ടെത്താൻ കഴിയും. യുക്തിയുടെ തേട്ടം മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുമെന്നർത്ഥം. ആ മാർഗനിർദ്ദേശം എന്ത് എന്നന്വേഷിക്കുവാൻ ബുദ്ധിക്ക് കഴിയില്ല എങ്കിലും മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുവാൻ ബുദ്ധിക്ക് സാധിക്കുമെന്നർത്ഥം. അതേപോലെ തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ നന്മതിന്മകൾക്ക് കൃത്യമായി ഫലം നൽകുന്നൊരു ജീവിതത്തിൻ്റെ അനിവാര്യത, തേട്ടം, അത് ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യബുദ്ധിക്ക് കഴിയും. ആ ബോധ്യത്തിലേക്ക് മതം മനുഷ്യരെ നയിക്കുന്നു, ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട്. എന്നാൽ ആ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി മതം നയിക്കുന്ന രംഗത്ത്
അങ്ങനെ നയിച്ചതിന് ശേഷം നേരത്തെ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള കൃത്യമായ നിയാമകനെ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തിയിട്ട് ആ സ്രഷ്ടാവിനെ എങ്ങനെയാണോ പ്രപഞ്ചാതീതനായ പദാർത്ഥാതീതനായ സ്രഷ്ടാവിനെ അറിയേണ്ടത് ആ അറിയേണ്ട രീതി ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ച് ബുദ്ധിയുടെ മേഖലയിലൂടെ കടന്നുപോയി ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മേഖലയിൽ കൃത്യമായ മാർഗദർശനം നൽകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ സവിശേഷത. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇതേപോലെ തന്നെ മനുഷ്യർക്ക് ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തരികയും എന്നിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുവാനും ആ ബുദ്ധി കൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് മരണാനന്തര ജീവിതം അതിലെന്ത് സംഭവിക്കുന്നു എന്നത്, അതിൽ എന്തൊക്കെയാണ് നടക്കുക എന്നത് അതൊന്നും തന്നെ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് അവിടേക്ക് കൃത്യമായ വെളിപാടുകൾ നൽകുകയും ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ ശൈലിയും രീതിയും. അപ്പോൾ യാ യുഹന്നാസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരുടെ ബുദ്ധിയെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ. അതല്ലാത്ത രംഗങ്ങളിൽ യാ യുഹന്നാസ് എന്ന് പറയാതെയും മനുഷ്യരുടെ ചിന്തയെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി ഖുർആൻ നൽകുന്ന മാർഗനിർദ്ദേശം മനുഷ്യബുദ്ധിക്ക് ചിന്തക്ക് യുക്തിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ചുള്ളതാണ്. അവിടെ പക്ഷേ ഖുർആൻ എൻ്റെ സുഹൃത്തിൻ്റെ വിലയിരുത്തൽ പ്രകാരം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, പരിശുദ്ധ ഖുർആൻ പടച്ചവൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടേതായി എഴുതിയുണ്ടാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, ഞങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ള ആളുകളും ഉണ്ടാകാം. പക്ഷേ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കാലഘട്ടത്തിൽ നടന്നതായി പറയുന്ന ഒരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അതെന്താണ്? റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റജ്മിന്റെ ആയത്ത് അഥവാ വൃദ്ധനോ വൃദ്ധയോ വ്യഭിചരിക്കുകയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ കിതാബിൽ ഉണ്ടായിരുന്നു. ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ടായിരുന്നു എന്നുള്ള വചനം. അത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴുള്ള ഖുർആനില്ലാതെയായി? ഇത് മനുഷ്യരുടെ വചനമായതുകൊണ്ട് എടുത്തു കളഞ്ഞത്, അല്ലെങ്കിൽ മനുഷ്യന്റെ വചനമായതുകൊണ്ട് അതിൽ ഒരു സംസ്കരണം വരുത്തിയത് എന്നെല്ലാം ആയിരിക്കണം എൻ്റെ സുഹൃത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളും ഖുർആനിലെ സാങ്കേതികത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ തമ്പുരാൻ പടച്ചവൻ നീണ്ട 23 വർഷക്കാലഘട്ടം കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഈ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഒരു പുനരാവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 23 വർഷക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. ചരിത്രത്തിൽ ഏറ്റവും പ്രാകൃതൻ എന്ന് പറയുന്ന മനുഷ്യനെ ചരിത്രപരമായി ഇങ്ങനെ കടന്നു വന്ന് ഓരോ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ പ്രകാരം ആ സമൂഹത്തെ സംസ്കരിക്കുകയും പിന്നീടും പിന്നെ അധോഗതിയിലേക്ക് അങ്ങനെയുള്ള സമൂഹങ്ങൾ പോവുകയും പിന്നീടും പ്രവാചകന്മാർ കടന്നു വരികയും ഇതെല്ലാമുള്ള ചരിത്രത്തിൻ്റെ ഒരു ഏകദേശമായ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ അറബ്യൻ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ 0 ഡിഗ്രിയിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ 23 വർഷ കാലഘട്ടം കൊണ്ട് ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ ലോകത്തിന് മാതൃകായോഗ്യമായ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചൊരു സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ദൗത്യമാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിച്ചത്. ഈ ദൗത്യ നിർവഹണത്തിൽ സ്വാഭാവികമായും ചില നിയമങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ചില നിയമങ്ങൾ ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ആദിമഘട്ടത്തിൽ ആവശ്യമുള്ള ചില നിയമങ്ങൾ, പിൽക്കാലത്തിൽ അത് ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാകും.
ആ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് സർവശക്തനാണ് എന്നത് കൊണ്ട് തന്നെ എപ്പോൾ തിരുത്തണമെന്ന് തീരുമാനിക്കുന്നതും സർവശക്തനായ തമ്പുരാനാണ്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങൾ എന്നല്ല മതവിശ്വാസികൾ മൊത്തത്തിൽ വിശ്വസിക്കുന്ന കാര്യപാട് ഒരാദിപിതാവിൽ നിന്നും ഒരാദിമാതാവിൽ നിന്നുപാട് മനുഷ്യരെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് ആ എല്ലാവരും വിശ്വസിക്കുന്ന മതവിശ്വാസികളെല്ലാം അംഗീകരിക്കുന്ന ഒരു ധാർമ്മികതയാണ് ഇൻസെസ്റ്റ്, അഗമ്യ ഗമനം പാടില്ല എന്ന്. അഥവാ അടുത്ത കുടുംബക്കാർ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്നുള്ളത്, അവർ തമ്മിലുള്ള വിവാഹം ഉണ്ടായിക്കൂടാ എന്നത് മതവിശ്വാസികളും ധാർമ്മികതയെ വിശ്വസിക്കുന്ന ആളുകളുമെല്ലാം പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആദി പിതാവിൻ്റെയും ആദി മാതാവിൻ്റെയും മക്കൾ, ആ മക്കൾക്ക് സ്വാഭാവികമായും അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയുണ്ടാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയുണ്ടാകണമെങ്കിൽ അവർ തമ്മിൽ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും മക്കൾ അഥവാ സഹോദരങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം. ആ ശാരീരികമായി ബന്ധപ്പെടേണ്ടത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ നിയമം പടച്ച തമ്പുരാൻ തന്നെ അനുവദിച്ച